വിവാദങ്ങൾക്കൊടുവിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങുന്നു. ഇതാണ് എന്റെ ജീവിതം എന്ന പേരിലാണ് ആത്മകഥ. നവംബർ 3-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പുസ്തകം പ്രകാശനം ചെയ്യും. പേരും പ്രസാധകരും മാറി EP ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുകയാണ്. മാതൃഭൂമി ബുക്സാണ് പുതിയ പ്രസാധകർ. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന പേരിൽ EP-യുടെ ആത്മകഥ പുറത്തിറക്കുന്നുവെന്ന DC ബുക്സിന്റെ പ്രഖ്യാപനം വിവാദമായിരുന്നു. ആത്മകഥയിലെ പരാമർശങ്ങൾ എന്ന പേരിൽ അന്ന് പുറത്തുവന്ന വിവരങ്ങൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും വഴിവെച്ചു. പാലക്കാട്, വയനാട്, ചേലക്കര ഉപതിരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ പുറത്തുവന്ന പുസ്തകഭാഗത്തിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെയും പാലക്കാട്ടെ അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന P. സരിനെതിരെയും പരാമർശങ്ങളുണ്ടായിരുന്നു. തന്റെ അനുമതിയില്ലാതെ DC ബുക്സ് താൻ പറയാത്ത കാര്യങ്ങൾ ആത്മകഥയിൽ പ്രസിദ്ധീകരിച്ചുവെന്നായിരുന്നു EP ജയരാജൻ പറഞ്ഞിരുന്നത്. EP-യുടെ പരാതിയിൽ DC ബുക്സിനെതിരെ കേസെടുക്കുകയും ചെയ്തു. പാർട്ടി നേതൃത്വത്തോട് കൊമ്പുകോർത്ത അന്നത്തെ EP അല്ല ഇന്ന്. അതുകൊണ്ട് ഇതെന്റെ ജീവിതം എന്ന പേരിൽ ആത്മകഥ പുറത്തിറക്കുന്നത് പൂർണ്ണമായും പാർട്ടി വഴിയാണ്. മുഖ്യമന്ത്രിയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. വിവാദമാകുന്ന ഉള്ളടക്കം ആത്മകഥയിൽ ഉണ്ടാകാനും സാധ്യതയില്ല. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.